അകാലത്തിൽ പൊലിഞ്ഞുപോയ ചിത്രകാരനായ മകന്റെ ഓർമ്മയ്ക്കായി ചിത്രമതിലൊരുക്കി മാതാപിതാക്കൾ. കണ്ണൂരിലെ മോഹൻദാസും കരുണാദാസുമാണ് വർണ്ണങ്ങളെ സ്നേഹിച്ച മകനു വേണ്ടി ചിത്രമതിൽ ഒരുക്കിയത്. പ്രമുഖ ചിത്രകാരന്മാർ ചേർന്നാണ് ചുമർചിത്രങ്ങൾ വരച്ചത്. ഈ റിപ്പോർട്ടോടുകൂടി ഇന്നത്തെ ഗുഡ് മോർണിംഗ് കേരളം ഇവിടെ പൂർണ്ണമാവുകയാണ്. ശേഷം മോർണിംഗ് റൗണ്ടപ്പിൽ ആതിരച്ചേരും. നമസ്കാരം. കണ്ണൂർ റെയിൽവേ സ്റ്റേഷന്റെ കിഴക്കേ കവാടത്തിനരികിൽ ഒരുങ്ങിയ ചിത്രമതിലിന് സ്നേഹനൊമ്പരങ്ങളുടെ കഥ പറയാനുണ്ട്. അകാലത്തിൽ പൊലിഞ്ഞുപോയ ചിത്രകാരനായ മകന് വേണ്ടി അച്ഛനമ്മമാർ ഒരുക്കിയ ഓർമ്മ മതിലാണത്. എല്ലാവർക്കും കാണാൻ കഴിയുന്ന ധാരാളം ചുമർ ചിത്രങ്ങൾ വരക്കണമെന്നായിരുന്നു അർജുൻ ദാസ് എന്ന ചിത്രകാരൻ്റെ സ്വപ്നവും. അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മീഡിയയാണ് ഈ ചുമർ ചിത്രം എന്ന് പറയുന്നത്. സാധാരണക്കാരനും കൂടെ കാണാൻ പറ്റുന്ന ഒരു ക്യാൻവാസ് ആണല്ലോ. അപ്പോൾ അവനിങ്ങനെ പല സ്ഥലങ്ങളിൽ ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ അവൻ പറയായിരുന്നു എനിക്ക് പഠിത്തമെല്ലാം കഴിഞ്ഞ് വന്ന് കുറേ അങ്ങനെ ചെയ്യണമെന്ന്. കാരണം പബ്ലിക്കിന് ഇങ്ങനെ കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. NID സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ 2015 അവൻ വിട്ടുപോയത്. അപ്പോൾ അതിനുശേഷം അവൻ്റെ എല്ലാ പിറന്നാളിനും നമ്മൾ ഇങ്ങനെ പല കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ആദ്യം 4 വർഷം ചിത്ര പ്രദർശനമായിരുന്നു അവൻ്റെ. എല്ലാ ആർട്ട് ഗാലറിയിലും ചെയ്തിട്ടുണ്ട്. അതുപോലെ കുട്ടികൾക്കുള്ള ക്യാമ്പുകൾ സംഘടിപ്പിച്ചു, ചിത്രരചന മത്സരങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 2 വർഷമായിട്ട് ഇപ്പോൾ നമ്മൾ ചുമർ ചിത്രം ചെയ്യുവാണ്. നിറങ്ങളും ചിത്രങ്ങളുമായിരുന്നു അർജുൻ കെ ദാസിൻ്റെ ആത്മമിത്രങ്ങൾ. ചെറുപ്രായത്തിൽ തന്നെ ചിത്രകലയിൽ മികവ് തെളിയിച്ച് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിൽ പ്രവേശനം നേടിയ മിടുക്കനായ വിദ്യാർത്ഥി 2015 ജൂൺ 15 സിക്കിമിലെ ടീസ്ത നദിയിൽ അപകടത്തിൽ അകാലത്തിൽ ആ ജീവിതം അസ്തമിച്ചത്. മകൻ്റെ ഓർമ്മയ്ക്കായി മകൻ ജീവന് തുല്യം സ്നേഹിച്ച വരകളെയും വർണ്ണങ്ങളെയും മാതാപിതാക്കൾ ഒപ്പം കൂട്ടി. അർജുൻ്റെ ഓരോ പിറന്നാൾ ദിനങ്ങളും ചിത്രകലയ്ക്ക് വേണ്ടിയുള്ളതായി. കണ്ണൂരിൽ ഒരുക്കിയ ചിത്രമതിൽ കഥയുടെ കുലപതി T. പത്മനാഭനാണ് നാടിന് സമർപ്പിച്ചത്. കൈരളി ന്യൂസ്, കണ്ണൂർ.